നമസ്കാരം. കാലം കരുത്തിവെച്ച വിസ്മയമോ അതോ ഭൂമിക്ക് ലഭിച്ച അവസാന താക്കീതോ? കണ്ണു കാണാത്ത പ്രവാചകിയുടെ വാക്കുകൾ ഇന്ന് ലോകത്ത് പിറക്കുകയാണ്. 2026 വെറുമൊരു വർഷമല്ല, മനുഷ്യരാശിയുടെ ചരിത്രം തിരുത്തിക്കുറിക്കുവാൻ പോകുന്ന മഹാമാറ്റങ്ങളുടെ തുടക്കം. കറൻസികൾ വെറും കടലാസായി മാറുന്ന സാമ്പത്തിക തകർച്ച, ഭൂഖണ്ഡങ്ങളുടെ അതിർത്തികൾ മാറ്റിവരയ്ക്കുന്ന ലോകമഹായുദ്ധങ്ങൾ, ഇതിനെല്ലാം അപ്പുറം നവംബറിലെ ആ കറുത്ത ആകാശം പിളർത്തിക്കൊണ്ട് 3I അറ്റ്ലസ് എത്തുകയാണ്. മനുഷ്യൻ ഒറ്റയ്ക്കല്ലെന്ന് പ്രപഞ്ചം വിളിച്ചു പറയുന്ന ആ നിമിഷം ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാകുമോ? ലോകം ഒരു മഹാപ്രളയത്തിലേക്കോ അതോ പുത്തൻ യുഗത്തിലേക്കോ എന്നാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നത്. എല്ലാ തവണയും പുതുവർഷം പിറക്കുവാൻ പോകുന്നതിന് മുൻപ് വരാനിരിക്കുന്ന വർഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പല രീതിയിലുള്ള പ്രവചനങ്ങളൊക്കെ നടക്കാറുണ്ട്. ലോക പ്രശസ്ത സന്യാസിനിയായ ബാബ വാങ്ക, ഫ്രഞ്ച് ജ്യോതിഷ ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും നോസ്ട്രാമസ് എന്നറിയപ്പെടുന്ന മൈക്കൽ ഡി നോസ്ട്രഡാമി എന്നിവരുടെ പ്രവചനങ്ങൾ പലപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വഴിവെക്കാറുണ്ട്. ഇതിനിടയിലാണ് 2026 ഭാവി എന്താകുമെന്നും എന്തൊക്കെ സംഭവമായിരിക്കും നടക്കാൻ പോകുന്നതെന്നും അത് ലോകത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കാമെന്നും ഒക്കെയുള്ള ഇവരുടെ പ്രവചനങ്ങളും പുറത്തുവരുന്നത്. ബൾഗേറിയയിൽ നിന്നുള്ള അന്ധ സന്യാസിയായ ബാബ വാങ്ക 1996 അന്തരിക്കും മുൻപ് ലോകത്തെ മാറ്റിമറിക്കുന്ന പ്രവചനങ്ങൾ നടത്തിയ ആളായിരുന്നു. പ്രവചിച്ചതിൽ ഏകദേശം 85% കാര്യങ്ങൾ സത്യമായി വരികയും ചെയ്തിരുന്നുവെന്നാണ് ഇവരുടെ അനുയായികളുടെ അവകാശവാദം. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ പ്രകാരം 2026 പണമിടപാട് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായേക്കാം. അത് ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യത്തിന് ലോകം സാക്ഷ്യം വഹിച്ചേക്കാമെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ സൈനിക സംഘർഷങ്ങൾ ലോകമെമ്പാടും പുതിയ സഖ്യങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിക്കും. ഇന്ത്യ ചൈന അതിർത്തിയിലും തായ്വാനിലും ദക്ഷിണ ചൈന കടലിലും സംഘർഷങ്ങൾ മൂർച്ഛിക്കും. ആഗോള സംഘർഷങ്ങൾ കാരണം യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിന്റെ ഗതി തന്നെ മാറും. എന്നിങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ബാബ വാങ്ക പ്രവചിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. നേരത്തെ 2024 ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിന്റെ ബാക്കിയെന്നോണം ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാകുന്ന ബാബ വാങ്ക പ്രവചിച്ചിരുന്നു. 2026 ബാബ വാങ്കയുടെ ഏറ്റവും വിചിത്രമായി ഞെട്ടിപ്പോകുന്ന ഒരു മഹാപ്രവചനമാണ് സമൂഹമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. 2026 മനുഷ്യരാശി അന്യഗ്രഹ ജീവികളെ കണ്ടുമുട്ടിയേക്കാം. ഇത് 3I അറ്റ്ലസ് എന്നറിയപ്പെടുന്ന ഒരു ഭീമൻ വസ്തുവിന്റെ വരവ്, അതിലുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും ഇതിൽ പറയപ്പെടുന്നുണ്ട്. ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന 3I അറ്റ്ലസ് എന്ന നിഗൂഢ വസ്തുവിന്റെ ആ വരവിന് ശേഷം ഒരു വലിയ ബഹിരാകാശ വാഹനം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. അത് സംഭവിക്കാൻ പോകുന്നത് 2026 നവംബർ മാസത്തിലായിരിക്കുമെന്നാണ് ബാബ വാങ്കയുടെ പ്രവചനം. ഏറ്റവും വൈറലായ മറ്റൊരു പ്രവചനം മനുഷ്യന്റെ നിയന്ത്രണത്തിനും അപ്പുറം വികസിക്കുന്ന സാങ്കേതിക വിദ്യയെ ചുറ്റിപ്പറ്റിയാണ്. കൃത്രിമ ബുദ്ധിയുടെ പേര് ബാബ വാങ്ക എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും തൊഴിലാളികളുടെ വലിയൊരു വിഭാഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യ മാറ്റി സ്ഥാപിക്കും. മനുഷ്യർ യന്ത്രങ്ങളെ അമിതമായി ആശ്രയിക്കുമെന്നിങ്ങനെയായിരുന്നു 1996 അന്തരിച്ച ബാബ വാങ്കയുടെ ഞെട്ടിക്കുന്ന പ്രവചനമെന്നും അനുയായികൾ പറയുന്നു. 2026 കുറിച്ച് ബാബ വാങ്ക നടത്തിയ മറ്റൊരു പ്രവചനം ഒരു ലോക നേതാവിനെ കുറിച്ചാണ്. റഷ്യയിൽ നിന്ന് ഒരു നേതാവ് ലോകശ്രദ്ധ നേടുമെന്നും അങ്ങനെ സംഭവിക്കാൻ അധിക സമയം എടുക്കില്ല എന്നുമായിരുന്നു പ്രവചനം. ബാബ വാങ്കയെ പോലെ തന്നെ പ്രവചനങ്ങൾക്ക് പ്രശസ്തനായ എഴുത്തുകാരനായിരുന്നു 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നോസ്ട്രഡാമി. 1555 പ്രസിദ്ധീകരിച്ച ലെസ് പ്രൊഫറ്റീസ് എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. ഭാവിയെക്കുറിച്ചുള്ള സൂചനകൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഇന്നും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ലോകമെമ്പാടും ചർച്ചയ്ക്കും ജിജ്ഞാസയ്ക്കും കാരണമായിട്ടുണ്ട്. അഡോൾഫ് ഹിറ്റ്ലറുടെ ഉദയം, ഡയാന രാജകുമാരിയുടെ ആക്രമണം, 9/11 ആക്രമണം, COVID-19 പാൻഡെമിക് തുടങ്ങിയ അദ്ദേഹത്തിന്റെ മുൻകാല പ്രവചനങ്ങളെല്ലാം സംഭവിച്ചിരുന്നതാണ്. നിരവധി പ്രവചനങ്ങൾക്ക് പേരുകേട്ട നോസ്ട്രഡാമസ് 2026 വരാനിരിക്കുന്ന ഒരു വലിയ യുദ്ധത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അത് യൂറോപ്പിനെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട്. നോസ്ട്രഡാമിന്റെ അഭിപ്രായത്തിൽ ചരിത്രത്തിലുടനീളം പുരാതന ഈജിപ്തുകാരുടെയും നെപ്പോളിയന്റെയും കാലഘട്ടങ്ങൾ എന്ന പോലെ നമ്മുടെ ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ഒരു ശക്തനായ നേതാവോ അല്ലെങ്കിൽ സംഘടനയോ ഉയർന്നു വരുമെന്നും അത് ലോകക്രമത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്നും നിരവധി വിദഗ്ധർ വിശ്വസിക്കുന്നു. യൂറോപ്പിൽ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. കൂടാതെ 2026 യുദ്ധങ്ങളും മനുഷ്യനഷ്ടങ്ങളും കാണേണ്ടി വരുമെന്നും നോസ്ട്രഡാമസ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്. ഈ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം എത്രമാത്രം യാഥാർത്ഥ്യമാകുമെന്നും അവർ തന്നെ നടത്തിയതാണോ എന്നും ഒക്കെയുള്ള ഊഹാപോഹങ്ങൾ സമൂഹ മാധ്യമത്തിലും വൻ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ കേവലം യാദൃശ്ചികമോ അത് വരാനിരിക്കുന്ന ഭീകരതയുടെ സൂചനയോ ആണ്? ശാസ്ത്രം ഇതിനെ തള്ളിക്കളഞ്ഞേക്കാം, പക്ഷേ ചരിത്രം സാക്ഷിയാണ്. പലപ്പോഴും ലോകം വിറങ്ങലിച്ചു നിന്നത് ഈ അന്ധയായ പ്രവാചകയുടെ വാക്കുകൾക്ക് മുന്നിലാണ്. 2026 നവംബറിൽ ആ നിഗൂഢ വാഹനം ഭൂമിയിൽ ഇറങ്ങുമോ? സാമ്പത്തിക ലോകം ചീട്ടുകൊട്ടാരമുള്ള തകർന്നടിയുമോ? ഉത്തരങ്ങൾ കാലത്തിന്റെ കൈപ്പിടിയിലാണ്. പക്ഷെ ഒന്നുറപ്പാണ്, നമ്മൾ അറിയുന്ന ഈ ലോകം ഇനി പഴയതുപോലെ ആയിരിക്കില്ല.